ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് ഒരു ചീരക്കറി ഉണ്ടാക്കാൻ പോകും. എങ്ങനെ ചീരക്കറി ഉണ്ടാക്കുന്നത് നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് ഗ്രാൻഡ് ആയിട്ടൊന്നുമില്ല, പിന്നെ അങ്ങനെയല്ല എല്ലാവരും ഉണ്ടാക്കലല്ലേ. അങ്ങനെ ഞാൻ ചീര എല്ലാം ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുകും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് മുപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ ചീര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ നല്ല ചട്ടി നിറച്ചുണ്ടാവും. ബന്ധിട്ടാകുമ്പോൾ ഇത്ര കുറച്ചേ ആവുള്ളൂ. അങ്ങനെയാണ് ചീരൻ്റെ ഒരു സ്വഭാവം, എന്താ അല്ലേ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് ഉപ്പിടാം, പിന്നെ മുളക് ചേർത്തിനല്ലോ അത് മതി. അങ്ങനെ നമ്മൾ ഒന്നുകൂടെ അത് മൂപ്പിച്ചിട്ടായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ഇട്ടെങ്കിൽ നമ്മളെ അടിപൊളി ചീരക്കറി റെഡി ആയിട്ടുണ്ട്. ചീര വറവ് അങ്ങനെ പറയും, ചീര തോരൻ ഒരുനാൾ അങ്ങനെ പറയും. അങ്ങനെ ഓരോന്ന് ജില്ലക്കാർ ഓരോന്ന് ഭാഷയിൽ പറയും. അങ്ങനെ ചില ആൾക്കാർക്ക് പച്ചച്ചീര ഇഷ്ടമുണ്ടാവും, ചില ആൾക്കാർക്ക് ചുവന്ന ചീര. അങ്ങനെ നമ്മൾ ചീരക്ക റെഡിയായി. പിന്നെ കുറച്ച് നെത്തലുണ്ട്, അതിനെ കുറച്ച് കറിയാക്കി കുറച്ച് ഫ്രൈ ആക്കി. അങ്ങനെ നമ്മളെ ചോറും കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചക്ക് ചോറ് കഴിക്കുക. അതെല്ലാം കൂട്ടിയിട്ട് കറിയെല്ലാം കൂട്ടിയിട്ട് ഉച്ചക്ക് ചോറെല്ലാം വെച്ച് പിള്ളേർക്കെല്ലാം കൊടുത്ത് എന്നിട്ട് നമുക്ക് വൈകുന്നേരം ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് പിന്നെ നമുക്കൊരു മാരേജിന് പോകാനുണ്ടായി. അങ്ങനെ മംഗലത്തിന് പോകാനായിട്ട് റെഡി ആയിട്ട് എല്ലാവരും പിള്ളേരും എല്ലാവരും പോയി. അങ്ങനെ നമ്മൾ മംഗലപ്പുരയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പിന്നെ കുറേ കുടുംബക്കാരും പിന്നെ കുറേ ആൾക്കാരെല്ലാം ഉണ്ടായിന്. അങ്ങനെ അവരെല്ലാം കണ്ട് സംസാരിച്ച് അങ്ങനെ നല്ല പിള്ളേർക്കെല്ലാം സന്തോഷമായി, നമ്മൾക്കെല്ലാം ഹാപ്പിയായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ നമ്മൾ പുതിനാട്ടിൻ്റെ ഒന്നിച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ടായിട്ട് നമ്മൾ നേരെ ചോറ് കഴിക്കാൻ പോയി. ചോറ് കഴിക്കാൻ പോയിട്ട് കൈയെല്ലാം ആയിട്ട് ചോറെല്ലാം വയ്ക്കാനിരുന്ന്. പിന്നെ ചോറ് ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിന്, നല്ല ചിക്കൻ പീസും നല്ലതായിട്ട്. അങ്ങനെ ഞാനും പിള്ളേരും എല്ലാം നല്ലപോലെ ബിരിയാണിയെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ പെരക്ക് തിരിച്ച് വന്നു ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ആക്കാനും മറക്കരുതേ.